ഹായ് കൂട്ടുകാരെ, ഞാൻ ഇന്നൊരു പുതിയ വീഡിയോയുമായിട്ടാണ് വന്നിരിക്കുന്നത്. തേങ്ങ കൊണ്ടുള്ള ഒരു ബർഫിയാണ് ഞാൻ ഇന്നിവിടെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. നല്ല സ്വാദാണ് ഇത് കഴിക്കാൻ. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഡിഷാണിത്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. തേങ്ങ ബർഫി ഉണ്ടാക്കാൻ 1 സ്പൂൺ നെയ്യ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുരണ്ടി വച്ചിരിക്കുന്ന ഒരു തേങ്ങ ഇതിലിട്ട് നമുക്ക് വറുത്തെടുക്കാം. തേങ്ങ ബർഫിക്കുള്ള തേങ്ങ ഞാൻ വറുത്തെടുത്തു. കളറൊക്കെ മാറി വന്നു. ഇനി നമുക്ക് ബർഫിയിൽ ചേർക്കാൻ കുറച്ച് കാഷ്നട്ടും ബദാമും ചുരണ്ടിയെടുക്കാം. കാഷ്യൂവും ബദാമും ചുരണ്ടിയെടുത്തു. ബർഫി ഉണ്ടാക്കാൻ ഒരു പാനിൽ ഒരു 100 ഗ്രാം പഞ്ചസാര ഇടാം. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് കൂടുതൽ എടുക്കാം. ഇതിലേക്ക് ഒരു ശകലം വെള്ളവും കൂടി ഒഴിക്കാം. ചെറിയ തീയിൽ നമുക്കിത് ഇളക്കി കൊടുക്കാം. പഞ്ചസാര അലിയാൻ തുടങ്ങി. കാരമൽ ഉണ്ടാക്കുമ്പോൾ അലിഞ്ഞു തുടങ്ങുമ്പോൾ ചെറിയ തീയിലാണ് ഇത് വേവിക്കാനുള്ളത്, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇനി നല്ലതുപോലെ ഇളക്കി, കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം. കളറൊക്കെ മാറി വരുന്നുണ്ട് കാരമലിന്. കൈ എടുക്കാതെ ചെറു തീയിൽ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഞാനിവിടെ പഞ്ചസാര കുറച്ചാണ് എടുത്തത്. മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് മധുരം കൂട്ടിയിടാം. തീ കൂടിപ്പോയാൽ ഇത് കരിഞ്ഞു പോകും. കളറൊക്കെ മാറി വന്നു. ഇനി നമുക്കിതിലേക്ക് 1 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. കുറേശ്ശെ ഒഴിച്ചാൽ മതിയാകും. പാല് കുറേ കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഏലക്ക പൊടി കൂടി ചേർത്ത് കൊടുക്കാം. കൈ എടുക്കാതെ ഇളക്കി കൊടുക്കാം. ഈ തവിയുടെ അടിയിൽ കാരമൽ പറ്റി പിടിച്ചാൽ ഇതിങ്ങനെ വെച്ച് ഇളക്കിയാൽ മതി. അപ്പോൾ അതങ്ങ് അലിഞ്ഞു ചേരും. തിളച്ച് കുറുകി വരുന്നുണ്ട്. ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ചുരണ്ടി വച്ചിരിക്കുന്ന കാഷ്നട്ടും ബദാമും ചേർക്കാം. എന്നിട്ട് ഇളക്കാം. ഇനി വറുത്ത് വച്ചിരിക്കുന്ന തേങ്ങ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. കുറേ സമയം വരെ ഇത് ഇളക്കി കൊടുക്കണം. ഇത് ഇളക്കിക്കൊണ്ടേയിരിക്കണം. എല്ലാം നല്ലതുപോലെ ഇളക്കി വിട്ട് വരുന്ന പരുവമായിട്ടുണ്ട്. ഇനി നമുക്കിത് തീ ഓഫ് ചെയ്തിട്ട് ഇത് തണുക്കാനായിട്ട് വയ്ക്കാം. ഞാനിപ്പോൾ ഇത് തണുക്കാൻ വച്ചിരിക്കുകയാണ്. ബർഫി നല്ലതുപോലെ തണുത്തു. ഇത് ഇനി നമുക്ക് ഉരുളകളാക്കി എടുക്കാം.
എല്ലാം ഞാൻ ഉരുട്ടിയെടുത്തു. എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ആദ്യമായി കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.